കേരള സമാജം. എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ആർക്കും മനസ്സിലായി കാണില്ല. സ്വീഡനിൽ നിന്ന് വന്ന സഹനയായതുകൊണ്ടാണ് പറഞ്ഞതിന്റെ ശാന്തിയും സമാധാനവും. ഈ ക്രിസ്മസ് രാവിലെ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ, കൂടാതെ പുതുവത്സര ആശംസകൾ. കേരള സമാജം ജംഷഡ്പൂർ ക്രിസ്മസ് ന്യൂ ഇയർ പരിപാടിയുടെ ഫുഡിന്റെ ഐറ്റമാണ് സംസാരിക്കുന്നത്. ന്യൂ ഇയർ ക്രിസ്മസ് ആഘോഷ പരിപാടിയുടെ ഫുഡ് ഐറ്റംസ് ആണ് ഇവിടെ. ഒന്നാമതായിട്ടുള്ളത് ഇത് മഷ്റൂം മട്ടർ കറിയാണ്. ഇത് ചില്ലി ഗോപിയാണ്. ചില്ലി ഗോപി നിങ്ങൾ നോക്കിക്കണം. ഇത് മിക്സ് വെജ് ആണ്. മിക്സ് വെജ്. ഇത് ചനാദാളാണ്. ചനാദാളിൻ്റെ കറിയാണ്. ഇത് അറിയായിരിക്കും. റൈസ്, ഫ്രൈഡ് റൈസ് ആണ്. പൂരി. ഇതാണ് ഇന്നത്തെ. പിന്നെ കേക്ക്, ക്രിസ്മസിൻ്റെ കേക്ക്. എല്ലാവരും ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ്. ഇതുണ്ടാക്കിയത് ഇദ്ദേഹമാണ്. My name is Ken Murthy, Balaji Cutter and chicken kadai. I think onion raita. Sweets item में क्या था? Yes madam. Sweets में गाजर का हलवा. Right. साहब तो सब बाकी सब बोल ही दिए हैं. കേരള സമാജം പ്രസിഡന്റ് ആണ്. രണ്ട് വാക്ക് പറയാമോ? എല്ലാ വർഷവും ഇതുപോലെ ന്യൂ ഇയർ ക്രിസ്മസ് പ്രോഗ്രാം നമ്മൾ നന്നായി ആഘോഷിക്കാറുണ്ട്. ഈ വർഷം അതുപോലെ സാധിച്ചു. മ്യൂസിക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. മെമ്പേഴ്സിന്റെ ലക്കി ഡിപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ സീനിയർ മെമ്പർ ശ്രീ രാജഗോപാലിനെ 40 വർഷത്തിലധികം ഇവിടെ വർക്ക് ചെയ്ത സമാജം കമ്മിറ്റിയിലുണ്ടായിരുന്ന രാജഗോപാലിനെ ആദരിച്ചു. പിന്നെ അതിനുശേഷം എല്ലാവർക്കും ഡിന്നറും അറേഞ്ച് ചെയ്തിരുന്നു. താങ്ക് യു സോ മച്ച്. കേരള സമാജം സെക്രട്ടറിയാണ്. ഇതിനെപ്പറ്റി രണ്ട് വാക്ക് പറയാമോ? ഇന്ന് നമ്മുടെ മെമ്പേഴ്സിന്റെ ഇടയിൽ എല്ലാ വർഷവും നടത്താറുള്ള ന്യൂ ഇയർ ക്രിസ്മസ് പ്രോഗ്രാമാണ് നടത്തിയത്. എല്ലാ വർഷത്തേതിലും വളരെയധികം കൂടുതൽ മെമ്പേഴ്സ് ഇപ്രാവശ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്തു. നല്ല രീതിയിലുള്ള പ്രോഗ്രാം നമുക്ക് നടത്താൻ കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ആഹാരത്തും നല്ലൊരു രീതിയിലുള്ള ആഹാരം നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തു. എല്ലാവരും വളരെയധികം ഹാപ്പി. എല്ലാവരും വളരെയധികം ആഘോഷം, വളരെ സന്തോഷത്തോടുകൂടി 2026 പോകുന്നു. ഈ നമ്മുടെ എൻ്റെ കൂടെയുള്ള സമാജം കമ്മിറ്റിയുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ നല്ലൊരു പ്രോഗ്രാം ഇന്നിവിടെ നടത്താൻ കഴിഞ്ഞു. താങ്ക് യു സോ മച്ച്. നമ്മുടെ ട്രസ്റ്റി ബോർഡ് സീനിയർ മെമ്പർ മിസ്റ്റർ സുകുമാർ സാറാണ്. രണ്ട് വാക്ക് ഇതിനെ പറ്റി പറയാമോ? ഇന്നത്തെ പരിപാടിയെ പറ്റിയിട്ട് രണ്ട് വാക്ക്. ഇന്നത്തെ പരിപാടി നമ്മള് ഒരു കാര്യം നമ്മള് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ അല്ല നോക്കേണ്ടത് ആരുടെയാണ്? ഇൻ കോമൺ ആവശ്യമില്ല. ആൻഡ് വിത്ത് എവരിബഡി ഐ എൻജോയ് ഇറ്റ്. എനിക്ക് ആഹാരത്തെ പറ്റി എനിക്ക് ഒരിക്കലും കംപ്ലൈന്റ് ഇല്ല. നമുക്ക് ഇത് എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അന്നപൂർണേശ്വരി തരം സാധനമാണ്. നമ്മൾ എന്ത് തന്നാലും അത് കഴിച്ച് തൃപ്തിയാവുക. നമുക്ക് അല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. അത്രേ ഉള്ളൂ എനിക്ക് പറയാനുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. കുറെ കാലമായി ജംഷഡ്പൂരിൽ ഉണ്ടായിരുന്നു. ജംഷഡ്പൂർ കേരള സമാജത്തിനെ കുറെ കാലം സേവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ വന്നു എല്ലാവരെ കാണാൻ. അന്നത്തെ കേരള സമാജവും ഇന്നത്തെ കേരള സമാജവും എന്തു തോന്നുന്നു? അന്നത്തെ കേരള സമാജം എന്ന് പറഞ്ഞാല് വളരെ ചെറിയ സമാജം. ഞങ്ങളെല്ലാവരും ഒരുമിച്ച്, അത് ഒന്നുമില്ല എന്നുള്ള സമാജം ഉണ്ടല്ലോ, പൈസ ഒന്നും ഇല്ലാത്ത ഞങ്ങളെല്ലാവരും തന്നെ എടുത്ത് അങ്ങനെ കഴിയുന്ന ഒരു സമാജമായിരുന്നു. ഇന്ന് ഞാന്, മുരളി, സുഖു, അങ്ങനെ കുറെ ആൾക്കാര്, പഴയ ആൾക്കാര് ഇപ്പൊ ഞങ്ങളെ പോലുള്ളവരൊക്കെ റിട്ടയർഡ് ആയി പോയി. ബാക്കി വലിയ കുറച്ച് പേരുണ്ട്. അവരൊക്കെ നന്നായിട്ട് ഈ സമാജം കൊണ്ട് നടക്കട്ടെ, സന്തോഷത്തോട് കൂടിയിട്ട് എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതുപോലെ തന്നെ 29 വരുന്ന നവതി സുഖമായിട്ട് എല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ട് ആഘോഷിക്കണം എന്നാണ് ആഗ്രഹം. അത് എല്ലാവരും ഒത്തുചേർന്നിട്ട് ചെയ്തു തരണമെന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരും അപേക്ഷിക്കുകയാണ്. എൻ്റെ പേര് ടി ടി രാജു ആണ്. കേരള സമാജത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് ഇപ്പം പ്രവർത്തിക്കുന്നു. ഇന്നത്തെ പരിപാടി നല്ല സൂപ്പർ പരിപാടിയായിരുന്നു. അടിപൊളി പരിപാടിയായിരുന്നു.
നമ്മുടെ ന്യൂ ഇയർ ആൻഡ് ക്രിസ്മസ് പ്രോഗ്രാം എല്ലാ വർഷവും ഭംഗിയ, അതാണ് ഏറ്റവും സമാജത്തിന്റെ ഏറ്റവും ഒരു സ്റ്റാർ പ്രോഗ്രാം എന്ന് വേണേൽ പറയാം. അത് ഈ വർഷവും വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുവാൻ ഇടയാക്കി. അതിൽ വളരെ സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. പറയണമായിരുന്നല്ലോ. അതുപോലെ 2026 എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സൗഖ്യത്തിന്റെയും പുതിയ വർഷം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഷിജുലാൽ പ്രശ്നമാണ് ഇന്നത്തെ പരിപാടി. നല്ല ക്രിസ്മസ് ന്യൂ ഇയർ നല്ല പരിപാടിയായിരുന്നു. നല്ല പ്രോഗ്രാമായിരുന്നു. നല്ല പ്രോഗ്രാമായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു. 2-3 മലയാളം പാട്ട് പാടി, അതും എല്ലാവരും എൻജോയ് ചെയ്തു. ആഹാരം നല്ല ആഹാരമായിരുന്നു. വേറെ എന്താ പറയാനാണ്. അപ്പൊ ഇനി ഇങ്ങനെയുള്ള പരിപാടികൾ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. പിന്നെ കപ്പ ഉണ്ടായിരുന്നു, സ്പെഷ്യൽ കപ്പ ചമ്മന്തി. താങ്ക് യു. ഓക്കെ. ബോർഡ് മെമ്പർ ആണ് അല്ലേ? അതെ. ഇന്നത്തെ പരിപാടിയെ പറ്റി 2 അക്ഷരം പറയാമോ? ഇന്നത്തെ പരിപാടി ഇപ്പൊ ഞാൻ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ബാക്കിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ കോഫിന്റെ മുന്നേ ഞാൻ ഭക്ഷണം എടുത്തു. ഡിന്നർ വളരെ നന്നായിരുന്നു. എല്ലാ ഐറ്റംസും വളരെ നന്നായിരുന്നു. പൂരി, പുലാവ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. കുട്ടികൾക്കുള്ള ഐസ്ക്രീമും അതുപോലെ ഗാജറിന്റെ ഹലുവ, ഇതൊക്കെ നല്ല പോലെ എല്ലാവരും എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് പാട്ട് മ്യൂസിക് പ്രോഗ്രാം ആയിരുന്നു. മ്യൂസിക് പ്രോഗ്രാമിൽ എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്ത് ഡാൻസ് ചെയ്ത് ആ ഒരു ന്യൂ ഇയർ ക്രിസ്മസ് ഒരു കൊഴുപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ആകെ മൊത്തം ഒരു 90+ എബോവ് 90+ മാർക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഇതുപോലുള്ള പ്രോഗ്രാംസ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും എൻജോയ് ചെയ്യും. അതിനുപരി എല്ലാ മലയാളികളും എൻജോയ് ചെയ്തു. അതിനുപരി വരാൻ കാണാത്തവരൊക്കെ ഇവിടെ വന്ന് നമ്മൾ അങ്ങോട്ട് അന്യോന്യം വർത്തമാനം പറഞ്ഞ് എല്ലാവരും അവനവന്റെ സൗഹൃദം പങ്കിട്ടു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അസിസ്റ്റന്റ് സെക്രട്ടറി, ഇന്നത്തെ പരിപാടിയെ പറ്റിയിട്ട്. ഇന്നത്തെ പരിപാടി കേരള സമാജത്തിന്റെ നല്ലൊരു അവസാനത്തെ പരിപാടി, ഈ വർഷത്തെ അവസാനത്തെ പരിപാടിയാണ്. ഒരു 450 പേരോളം പങ്കെടുത്തു. അടിപൊളി ഹിന്ദി പാട്ടായിരുന്നു, പക്ഷെ മലയാളം പാട്ടുകളും പാടി നന്നായി ഒലിപ്പിച്ചു. പിന്നെ ഞങ്ങളുടെ ഡിന്നർ ഉണ്ടായിരുന്നു. ഡിന്നറും കുഴപ്പമില്ലാതെ ഒരു മാതിരി പോയി. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, പ്രസിഡന്റിനും എൻ്റെ പ്രിയപ്പെട്ട മുരളിയേട്ടനും സുനിലിനും പ്രത്യേകിച്ച് എല്ലാ കമ്മിറ്റിക്കാർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ എൻ്റെ പെങ്ങളായ ബേബി ചേച്ചിക്കും ഞാൻ മനസ്സ് തുറന്ന് നന്ദി രേഖപ്പെടുത്താണ്. ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ഇനിയും പുരോഗതി വരട്ടെ ബേബി ചേച്ചിക്ക് എന്ന് വിചാരിച്ച് ഞാൻ അഭിനന്ദിക്കുന്നു. 2026 നമുക്ക് ഇതുമാതിരി നല്ല നല്ല പരിപാടികൾ ഏകദം കേരള സമാജത്തിൽ ഇനിയും ഇതിലും അടിപൊളിയായിട്ട് പ്രോഗ്രാം നടക്കും. അതിനുള്ള അണിയറ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങളുടെ കമ്മിറ്റി ഫുൾ സപ്പോർട്ടാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സീനിയർ ബോർഡ് മെമ്പറാണ് രാധാകൃഷ്ണൻ. രാധേട്ടാ, ഇന്നത്തെ പരിപാടിയെ പറ്റി 2 വാക്ക് പറയാം. പരിപാടിയില് എന്താ ഞാൻ പറയേണ്ടതെന്നാണ്. നന്നായിരുന്നു പറയാ, അല്ല എന്താ പറയാ. ഏറ്റവും നല്ല പരിപാടിയായിരുന്നു. 2025 അവസാനത്തെ പരിപാടിയായിരുന്നു. ഏറ്റവും നല്ലതായിരുന്നു. പിള്ളേരുടെ ആഹാരവും കുഴപ്പമില്ല, നന്നായി എൻജോയ് ചെയ്തു. എല്ലാവരും ചെയ്തു. നമസ്തേ, ശശിയേട്ടനാണ്. എല്ലാവർക്കും പരിചിതമുണ്ട്. ശശിയേട്ടാ, 2025 അവസാനത്തെ പരിപാടി എങ്ങനെയുണ്ടായിരുന്നു? പരിപാടിയെ സംബന്ധിച്ച് പറയാച്ചാൽ നല്ലൊരു പരിപാടി ആയിരുന്നു. പക്ഷെ എന്താണ്, ആൾക്കാർക്ക് ആ സമയത്തിന്റെ ആ ഒരു പ്രവർത്തനം ഉണ്ടല്ലോ, അതില്ല ഇവിടെ. 6 മണിക്ക് എല്ലാരും പരിപാടി തുടങ്ങുമ്പോൾ 7 മണി. അത് നമ്മൾ സിസ്റ്റം ശരിയാക്കി കൊണ്ടുപോകുന്നത്. പരിപാടി ഒന്നായിരുന്നു. അതിൽ എൻജോയ് ചെയ്തു, നന്നായി എൻജോയ് ചെയ്തു. ഫുഡും കൊള്ളാം, നല്ല ഭക്ഷണം, നല്ല ഇത് എല്ലാം കൊണ്ടും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. 2025 തീരാറായി. 2026 തീരാറായിട്ടില്ല. അതിൽ പലതും ചെയ്യാണ്ട്. ഈ 2-3 ദിവസം കഴിഞ്ഞ് 2026 വരവേൽക്കാനായിട്ട്
എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? ഇതുവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. പല പരിപാടികളുണ്ട്. ഉണ്ട്. അതുകൊണ്ട് അത് ലാസ്റ്റ് മൂമെന്റിലേക്ക് സൊസൈറ്റിയിലുണ്ട് പരിപാടി, താമസിക്കുന്നിടത്ത് അതൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ടില്ല. ഇന്ന് കഴിഞ്ഞ് നാളെയൊക്കെ ആവുള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ടൊക്കെ വർക്കൗട്ട് ചെയ്തിട്ട് 26-ന് സ്വാഗതം ചെയ്യാൻ വേണ്ട പോലെ കൈകാര്യം ചെയ്യും. പറ്റുന്ന പ്രാർത്ഥിച്ചിട്ട് നാളത്തെ ദിവസവും നല്ലതായിട്ട് വരട്ടെ. വരുന്ന ആളുകളും നന്നായി സംഘടനയ്ക്കും സമാജത്തിനും മലയാളികൾക്കും ജംഷഡ്പൂർ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു സോ മച്ച്. വെൽക്കം പ്ലീസ്. നമസ്കാരം. പേരൊന്ന് പറയാവോ? എന്റെ പേര് പരമേശ്വരൻ നായർ. കേരള സമാജത്തിലെ 2025 ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാം ആയിരുന്നു ഇന്ന് നടന്നത്. അതെ, അതിനെ പറ്റി 2 വാക്ക് പറയാവോ? പ്രോഗ്രാം വളരെ നന്നായിരുന്നു. അതുപോലെ കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അതുപോലെ ഓരോ നല്ല നല്ല ഡിന്നറും എല്ലാവരും ഭയങ്കര ഗെറ്റ് ടുഗദർ ആയിരുന്നു. എല്ലാ മലയാളികളും ഒരുപാട് എല്ലാവരും ഒത്തുചേർന്നു. പ്രോഗ്രാം എല്ലാം എൻജോയ് ചെയ്യും. എല്ലാവരും എല്ലാം ഇപ്പോൾ കഴിഞ്ഞിട്ട് പോകാനുള്ള സമയത്തിനായിട്ട് നിൽക്കുകയാണ്. പിന്നെ എല്ലാ വർഷവും ഇങ്ങനെ ഉണ്ടാകാറുണ്ട്? എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട്. എല്ലാ വർഷവും ഒന്നിനൊന്ന് വെച്ചതാണ്. കഴിഞ്ഞ വർഷത്തേതും നന്നായിരുന്നു, ഈ വർഷം അതിലും നന്നായിരുന്നു. ഇനി അടുത്ത വർഷം ഇതിലും നന്നായി ഇരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 2025 തീരാറായി. 2026 എങ്ങനെ വേണമെന്നാണ് ആഗ്രഹം? 2026 ഈ വർഷം നടന്നതിനേക്കാളും എല്ലാ വിധമായിട്ടുള്ള എല്ലാ ദൈവത്തിന്റെ ആശീർവാദങ്ങളും കിട്ടി ഈ എല്ലാ ആൾക്കാർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ ഒരു പുതുവത്സരം എല്ലാവർക്കും വേണ്ടി ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്കൾക്കും നന്ദി. പേര് പറയൂ. റേച്ചൽ ശാമുവൽ. ഇന്ന് കേരള സമാജത്തിലെ ഈ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. നന്നായി എൻജോയ് ചെയ്തു. 6 മണിക്ക് 6 മണി തുടങ്ങി 10 മണി വരെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും നല്ലതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിച്ചു. നല്ലതായിരുന്നു. നല്ല ഫുഡായിരുന്നു. എല്ലാ വർഷവും ഇങ്ങനെ പരിപാടിയിൽ എല്ലാ വർഷവും പരിപാടിക്ക് വരാറുണ്ട്. ഇങ്ങനെ നന്നായി എൻജോയ് ചെയ്യാറുണ്ട്. താങ്ക് യു സോ മച്ച്. നമസ്കാരം. പേരൊന്ന് പറയാവോ? നിഷാഹരി. സമാജത്തിൽ ജോലി ചെയ്യുന്നുണ്ട് അല്ലേ? 2025 കേരള സമാജത്തിന്റെ അവസാനത്തെ ഈ വർഷത്തെ കേരള സമാജത്തിലെ പരിപാടിയായിരുന്നു. ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ പരിപാടിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? അത് സൂപ്പർ ആയിരുന്നു. എല്ലാ വർഷത്തിലും അധികമായിട്ട് നല്ല ഇതായിട്ട് പിന്നെ നന്നായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവരും കണ്ടു. ഫുഡ് നല്ലതായിരുന്നു. നല്ല പരിപാടി പ്രോഗ്രാം നല്ലതായിരുന്നു. കുട്ടികളും എൻജോയ് ചെയ്തു. എല്ലാം കൊണ്ടും നല്ല ഒരു ഇവന്റ് ആയിരുന്നു. ഹലോ, 2025 അവസാനത്തെ പരിപാടിയായിരുന്നു. ഒരു പ്രേക്ഷക എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത്? നല്ല പ്രോഗ്രാം ആയിരുന്നു. അടിപൊളിയായിരുന്നു പാട്ടുകളെല്ലാം. പിന്നെന്താ, എല്ലാവിധ നല്ല ആഹാരം എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടും നല്ല പ്രോഗ്രാം ആയിരുന്നു. നന്നായി എൻജോയ് ചെയ്തു. എന്താ പേര് പറഞ്ഞത്? എന്റെ പേരാണ് അംബിക. നന്നായി പരിപാടികളൊക്കെ ചെയ്തു. നന്നായി ആഹാരം നന്നായിരുന്നു. സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഫോട്ടോ എന്താ പറയണ്ടേ പ്രോഗ്രാമിനെ പറ്റിയോ? ഓ, അത് ശരി. പേര് സുഷമ. 2025 അവസാനത്തെ പരിപാടിയായിരുന്നു. ഇതിനെ പറ്റി നല്ല പരിപാടിയായിരുന്നു. എൻജോയ് ചെയ്തു. ഓ, നല്ല. പേര് ഏകദേശം വന്നിട്ടുണ്ടെന്ന് അറിയാവോ? 450 വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ആണോ? എനിക്കൊരു 300-370 തോന്നിയിട്ടുണ്ട്. ആഹാരമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ആഹാരം നല്ലതായിരുന്നു. ഈ സമാജത്തിൽ തന്നെ കേരള സമാജത്തിലെ ടീച്ചറാണ് അല്ലേ? മലയാളം പഠിപ്പിക്കും. മലയാളം ടീച്ചറാണ്. പിള്ളേരൊക്കെ നന്നായി പഠിക്കുന്നുണ്ടല്ലോ. ഓ, ഉണ്ട്. 2026 പറ്റിയിട്ട് എന്ത് പറയുന്നു? അയ്യോ, നല്ലൊരു വർഷം വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നല്ലൊരു വർഷം വരട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമസ്കാരം രണ്ടുപേർക്കും. 2025 അവസാനത്തെ പരിപാടിയായിരുന്നു. അപ്പൊ ഈ പരിപാടിയെ പറ്റിയിട്ട് എന്ത് പറയുന്നു? സൂപ്പർ അടിപൊളി പരിപാടിയായിരുന്നു. സ്വന്തം സാന്റാക്ലോസ്. അതാണ് എനിക്ക് പറയുന്നത്. അതെ, ഈ വർഷം ഒരു സാന്റാക്ലോസ് ഞാനായിരുന്നു. എന്റെ ഒരു കൂട്ടുകാരനായിരുന്നു. വേറൊരു സാന്റാക്ലോസ്. 2 സാന്റാക്ലോസ് ആയിരുന്നു. നല്ല സപ്പോർട്ടോടെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. എല്ലാ വർഷം ഈ സാന്റ തന്നെ വരണം. നമുക്ക് ഒരു ഡിമാൻഡ് അഭിപ്രായം നമുക്ക് നോക്കാം. പിന്നെ ഫുഡിനെ പറ്റി എന്താ അഭിപ്രായം? ഫുഡ് നല്ലതായിരുന്നു. ഫുഡ് അടിപൊളി. എല്ലാ ഐറ്റംസും നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ നമുക്ക് സ്ഥിരം നല്ല കോപ്പറേഷന്റെ കൂടെ എല്ലാ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. പിന്നെ ചോദിക്കാവുന്നപ്പോ 2025 നല്ല ദുഃഖവും സുഖവും നിറഞ്ഞ ഒരു ഇതായിരുന്നു.
2026 എല്ലാവർക്കും നല്ലതായിട്ട് വരട്ടെ. Wish you all a very happy New Year and Merry Christmas. Thank you so much.